കേരളം PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതരായത് എങ്ങനെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. 2022 നിലവിൽ വന്ന PM ശ്രീ എന്ന പദ്ധതിയെ കേരളം അന്ന് തന്നെ എതിർത്തതാണ്. ഇതോടെ കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന പല ക്ഷേമ പരിപാടികളെയും കേന്ദ്ര ഫണ്ട് നിലച്ചു. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര ഫണ്ട് 1158 കോടി രൂപയാണ്. ഇത് തടഞ്ഞു വെച്ചത് കാരണം സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ പ്രതിസന്ധിയിലാണ്. SSK വഴി കുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ പലതും അവർക്ക് ലഭിച്ചിട്ടില്ല. സൗജന്യ യൂണിഫോം, സൗജന്യ പാഠപുസ്തകം, സ്പോർട്സ് ഗ്രാന്റ്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഗ്രാന്റ്, പെൺകുട്ടികൾക്കുള്ള ഗ്രാന്റ്, ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ സഹായങ്ങൾ, ഉപകരണങ്ങൾ, തെറാപ്പി സേവനങ്ങൾ, സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, അധ്യാപകരുടെ പരിശീലനം, SSKയുടെ കീഴിൽ ജോലി ചെയ്യുന്ന 6000-ഓളം ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലാണ്. യൂണിഫോമിനുള്ള ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ പല ജില്ലകളിലും കുട്ടികളുടെ ഹാജർ നില വരെ കുറഞ്ഞിട്ടുണ്ട്. യാത്രാ അലവൻസ്, എസ്കോട്ട് അലവൻസ് എന്നിവ നൽകാത്തതുകൊണ്ട് 15,000-ൽ കൂടുതൽ ദുർബല വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ കഴിയാതെ വരും. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേരളം കഠിന പരിശ്രമം കൊണ്ട് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും ഒന്നൊന്നായി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും തെളിഞ്ഞതോടെയാണ് കേരളം PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായത്. സർവശിക്ഷ അഭയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ PM ശ്രീയുമായി കേന്ദ്രം ബന്ധിപ്പിച്ചു. SSKയുടെ ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ PM ശ്രീയിൽ ചേരണമെന്നും വ്യവസ്ഥയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2 വർഷമായി ലഭിക്കാത്ത കേന്ദ്ര വിഹിതം നേടിയെടുക്കാനുള്ള ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചാലും NEP-യിലെ തെറ്റായ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള പ്രായോഗികമായ നിലപാടാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സ്വാഗതാർഹമാണ്.